ഫുട്ബോൾ ചരിത്രത്തിൽ ഒരാളെ ഒരേ സമയം നായകനായും വില്ലനായും അടയാളപ്പെടുത്തിയ ഒരു നിമിഷമുണ്ടെങ്കിൽ അത് 1994 ജൂലൈ 17 ആ പകലായിരിക്കും. ഇറ്റലിയുടെ വീരപുത്രനായിരുന്ന ദിവ്യമായ കുടുമയുള്ളവൻ എന്നർത്ഥമാക്കുന്ന ഇൽ ഡിവൈൻ കോഡിനോ എന്ന് വിളിക്കപ്പെടുന്ന റോബർട്ടോ ബാജിയോ ലോകകപ്പ് ഫൈനൽ മുഴുവനുമായിരുന്നു. ഇന്നും ലോകം അദ്ദേഹത്തെ ഓർക്കുന്നത് ആ ഒരൊറ്റ പിഴവിന്റെ പേരിലാണ്. എന്നാൽ ബാജിയോയുടെ കഥ വെറും തോൽവിയുടേത് മാത്രമായിരുന്നില്ല, അതൊരു പോരാട്ടത്തിൻ്റെത് കൂടിയായിരുന്നു. നമുക്ക് നോക്കാം ആ അതിജീവനത്തിന്റെ കഥ. വെൽക്കം ബാക്ക് ടു ലിറിക്സ് ഓഫ് ദ ലൈഫ്. 1967 ഫെബ്രുവരി 18 ഇറ്റലിയിലെ കാൾഡനോയിലാണ് ബാജിയോ ജനിച്ചത്. 8 മക്കളിൽ 6-മനായ റോബർട്ടോ 9-ാം വയസ്സിൽ തന്നെ മൈതാനത്ത് വിസ്മയങ്ങൾ കാട്ടിത്തുടങ്ങി. വിസെൻസ ക്ലബിലൂടെ തുടങ്ങിയ യാത്ര പിന്നീട് ഫിയോറന്റീനയിലേക്കും യുവന്റസിലേക്കും വളർന്നു. 1985 തന്റെ 18-ാം വയസ്സിലാണ് ബാജിയോ ഫിയോറന്റീനയിൽ എത്തുന്നത്. എന്നാൽ കരാർ ഒപ്പിടുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ വലതുകാലിലെ മുട്ടിന് ഗുരുതരമായ പരിക്കേറ്റു. കരിയർ അവസാനിക്കുമെന്ന് പലരും കരുതിയെങ്കിലും ഫിയോറന്റീന അദ്ദേഹത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് ബാജിയോ നൽകിയ മറുപടി ചരിത്രമായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം കളിക്കളത്തിന് പുറത്തായിരുന്നിട്ടും തിരിച്ചു വന്ന ബാജിയോ ഫ്ലോറൻസിലെ ആരാധകരുടെ ഹൃദയം കീഴടക്കി. അദ്ദേഹത്തിന്റെ വേഗതയും പന്തിന്മേലുള്ള നിയന്ത്രണവും കണ്ട് ആരാധകർ അദ്ദേഹത്തെ ഇൽ ഡിവൈൻ കോഡിനോ എന്ന് വിളിക്കാൻ തുടങ്ങി. 1989-90 സീസണിൽ ഫിയോറന്റീനയെ യുവേഫ കപ്പിന്റെ ഫൈനലിൽ എത്തിക്കുന്നതിൽ ബാജിയോ നിർണായക പങ്കുവച്ചു. അക്കാലത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരെ പോലും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു ബാജിയോയുടെ കളിശൈലി. കളിക്കളത്തിലെ സർഗാത്മകതയും ഡ്രിബിളിംഗ് മികവും കൊണ്ട് അദ്ദേഹം ആരാധകരുടെ പ്രിയങ്കരനായി. എന്നാൽ 1990-ൽ ഫിയോറന്റീന സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ ബാജിയോയെ യുവന്റസിന് വിൽക്കാൻ ക്ലബ്ബ് തീരുമാനിച്ചു. ഇത് ഫ്ലോറൻസ് നഗരത്തെ പിടിച്ചുലച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ആരാധകർ തെരുവിലിറങ്ങി. ഈ ട്രാൻസ്ഫറിനെ തുടർന്നുണ്ടായ കലാപത്തിൽ 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും നഗരം സ്തംഭിക്കുകയും ചെയ്തു. അക്കാലത്തെ റെക്കോർഡ് തുകയായ 8 മില്യൺ പൗണ്ടിനായിരുന്നു ബാജിയോ യുവന്റസിലേക്ക് ട്രാൻസ്ഫർ ആയത്. മനസ്സോടെ ക്ലബ്ബ് വിടേണ്ടി വന്നപ്പോൾ ബാജിയോ ഇപ്രകാരം പറഞ്ഞു: എന്നെ അവർ നിർബന്ധിച്ച് വിൽക്കുകയായിരുന്നു. ക്ലബ്ബ് വിട്ടെങ്കിലും ഫിയോറന്റീന ആരാധകരുടെ മനസ്സിൽ ബാജിയോ എന്നും ഒരു രാജാവായിരുന്നു. യുവന്റസിനായുള്ള തന്റെ ആദ്യ സീസണിൽ തന്നെ ബാജിയോ തന്റെ വരവറിയിച്ചു. ആ സീസണിൽ എല്ലാ ടൂർണമെന്റുകളിൽ നിന്നുമായി അദ്ദേഹം 27 ഗോളുകൾ നേടി. ഒരു പ്ലേമേക്കർ എന്ന നിലയിലും ഗോൾ സ്കോറർ എന്ന നിലയിലും ബാജിയോ ടീമിന്റെ നട്ടെല്ലായി മാറി. യുവന്റസ് ജേഴ്സിയിൽ ഫിയോറന്റീനയ്ക്കെതിരെ കളിക്കാനിറങ്ങിയ ആ മത്സരം ഇന്നും ആരാധകർ ഓർക്കുന്നു. ആ മത്സരത്തിൽ യുവന്റസിന് അനുകൂലമായി ലഭിച്ച ഒരു പെനാൽറ്റി എടുക്കാൻ ബാജിയോ വിസമ്മതിച്ചു. തന്റെ പഴയ ക്ലബിനോടുള്ള ആദരവായിരുന്നു അത്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ മൈതാനത്തേക്ക് വീണ ഒരു ഫിയോറന്റീന സ്കാർഫ് അദ്ദേഹം കയ്യിലെടുത്തത് യുവന്റസ് ആരാധകരെ ചൊടിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മനുഷ്യത്വം ലോകം തിരിച്ചറിഞ്ഞു. യുവന്റസിലെ 5 വർഷങ്ങൾ ബാജിയോയെ ഒരു ലോകോത്തര താരമാക്കി മാറ്റി. 1993-ൽ ബാജിയോയുടെ ക്യാപ്റ്റൻസിയിൽ യുവന്റസ് യുവേഫ കപ്പ് സ്വന്തമാക്കി. ഫൈനലിൽ ബോറുസിയ ഡോർട്ട്മുണ്ടിനെതിരെ 2 ഗോളുകൾ അദ്ദേഹം നേടി. ഇതേ വർഷം തന്നെയാണ് അദ്ദേഹം ബാലൻഡിയോർ പുരസ്കാരവും ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡും നേടി ലോകത്തിന്റെ നെറുകയിലെത്തിയത്. യുവന്റസിനായി ആകെ 200 മത്സരങ്ങളിൽ നിന്ന് 115 ഗോളുകൾ അദ്ദേഹം അടിച്ചുകൂട്ടി. ഇന്നും യുവന്റസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച 10-ാം നമ്പർ താരങ്ങളിൽ ഒരാളായി ബാജിയോ അറിയപ്പെടുന്നു. ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം ഒരു രാജാവായിരുന്നെങ്കിൽ ഇറ്റലിയുടെ ദേശീയ ടീമിൽ അദ്ദേഹം ഒരു വികാരമായിരുന്നു. 1988 നവംബർ 16 നെതർലൻഡ്സിനെതിരെയുള്ള മത്സരത്തിലാണ് 21-ാം വയസ്സിൽ ബാജിയോ തന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചത്. അവിടെ തുടങ്ങി 2004 വരെ നീണ്ട ആ കരിയറിൽ 56 മത്സരങ്ങളിൽ നിന്ന് 27 ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കി. സ്വന്തം നാട്ടിൽ നടന്ന 1990 ലോകകപ്പിലാണ് ബാജിയോ എന്ന പേര് ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ചെക്കോസ്ലോവാക്കിയയിൽ ബാജിയോയുടെ പ്രകടനം ആരാധകർക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. പക്ഷേ വിധി അദ്ദേഹത്തിനായി മറ്റൊരു പരീക്ഷണം കാത്തുവച്ചിരുന്നു. 1994 ലോകകപ്പിൽ ഇറ്റലിയെ ഫൈനലിൽ എത്തിച്ചത് ബാജിയോ എന്ന ഒറ്റയാന്റെ പ്രകടനമായിരുന്നു. ബാജിയോയുടെ കരിയറിലെ ഏറ്റവും വലിയ ഉയർച്ചയും താഴ്ചയും കണ്ട വർഷം. ഗ്രൂപ്പ് ഘട്ടത്തിൽ തപ്പിത്തടഞ്ഞ ഇറ്റലിയെ നോക്കൌട്ട് റൗണ്ടുകളിൽ ഒറ്റക്ക് ചുമലിലേറ്റിയത് ബാജിയോ ആയിരുന്നു. പരിക്കുകൾ അലട്ടിയിട്ടും നോക്കൌട്ട് ഘട്ടങ്ങളിൽ അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പ്രീ ക്വാർട്ടറിൽ നൈജീരിയക്കെതിരെ 2 ഗോളുകൾ, ക്വാർട്ടറിൽ സ്പെയിനിനെതിരെ വിജയ ഗോൾ, സെമിയിൽ ബൾഗേറിയക്കെതിരെ വീണ്ടും ഇരട്ട ഗോൾ. ഫൈനലിൽ ബ്രസീലിനെ നേരിടുമ്പോൾ ലോകമെങ്ങുമുള്ള ഇറ്റാലിയൻ ആരാധകർ ബാജിയോയിൽ വിശ്വസിച്ചു. 1994 ജൂലൈ 17 ലോകം ശ്വാസം അടക്കി പിടിച്ചു നിന്ന നിമിഷം. ലോകകപ്പ് ഫൈനലിൽ ബ്രസീലും ഇറ്റലിയും നേർക്കുനേർ. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോളുകൾ പിറന്നില്ല. വിജയികളെ തീരുമാനിക്കാൻ പെനാൽറ്റി ഷൂട്ടൗട്ട് വേണ്ടി വന്നു.
ഇറ്റലിയുടെ അവസാന കിക്ക് എടുക്കാൻ നടന്നു വരുന്നത് മറ്റാരുമല്ല, ആ ടൂർണമെന്റിലുടനീളം അത്ഭുതങ്ങൾ കാട്ടി ഇറ്റലിയെ ഫൈനൽ വരെ എത്തിച്ച സ്റ്റേഡിയം നിശബ്ദമായി. ഇറ്റലിയുടെ കിരീട സ്വപ്നങ്ങൾ അവിടെ അവസാനിച്ചു. ബാജിയോ അവിടെ തന്നെ സ്തംഭിച്ചു നിന്നു. കൈകൾ ഇടുപ്പിൽ വെച്ച് തലകുനിച്ച് ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന ആ ചിത്രം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ കാഴ്ചയായി മാറി. ഹീറോയിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം ദുരന്ത നായകനായി മാറി. ലോകം ആ തോൽവിയുടെ ഭാരം മുഴുവൻ ബാജിയോയുടെ ചുമലിൽ വെച്ചു. സത്യത്തിൽ ബാജിയോ മാത്രമല്ല അന്ന് പിഴവ് വരുത്തിയത്. ഇറ്റലിയുടെ ഇതിഹാസ താരം ഫ്രാങ്കോ ബെരേസിയും ഡാനിയൽ മസാരോയും കിക്കുകൾ പാഴാക്കിയിരുന്നു. ബാജിയോ ആ ഗോളടിച്ചാൽ പോലും ബ്രസീലിന് അടുത്ത കിക്കിലൂടെ വിജയിക്കുമായിരുന്നു. പക്ഷേ ലോകം കുറ്റപ്പെടുത്തിയത് ബാജിയോയെ മാത്രമായിരുന്നു. കാരണം അവർ അദ്ദേഹത്തെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അവർ അത്രമേൽ വിശ്വസിച്ചിരുന്നു. ആ ഒരൊറ്റ പിഴവ് ബാജിയോയെ വർഷങ്ങളോളം വേട്ടയാടി. ആ നിമിഷം കയ്യിലൊരു തോക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ വെടിവെക്കുമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. ലോകകപ്പ് ഫൈനലിന് ശേഷം ഇറ്റലിയിൽ മടങ്ങിയെത്തിയ ബാജിയോ നേരിട്ടത് വലിയ മാനസിക സമ്മർദ്ദമായിരുന്നു. ആരാധകരുടെ കുറ്റപ്പെടുത്തലുകളും മാധ്യമങ്ങളുടെ വിമർശനങ്ങളും അദ്ദേഹത്തെ വേട്ടയാടി. എന്നാൽ മൈതാനത്ത് മറുപടി നൽകാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. 1994 ലോകകപ്പിലെ ആഘാതത്തിന് ശേഷം തന്റെ കരിയർ പുനർനിർമ്മിക്കാനാണ് ബാജിയോ മിലാൻ നഗരത്തിലെത്തിയത്. ഇറ്റലിയിലെ ഏറ്റവും വലിയ 2 ശത്രു ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം പന്ത് തട്ടി. 1995 യുവന്റസ് വിട്ട ബാജിയോ AC മിലാനിൽ ചേർന്നു. അവിടെയും അദ്ദേഹം തന്റെ മാജിക് തുടർന്നു. തന്റെ ആദ്യ സീസണിൽ തന്നെ AC മിലാനെ സീരി എ ചാമ്പ്യന്മാരാക്കുന്നതിൽ ബാജിയോ പ്രധാന പങ്കുവച്ചു. തുടർച്ചയായ 2 വർഷങ്ങളിൽ 2 വ്യത്യസ്ത ക്ലബ്ബുകൾക്കൊപ്പം ലീഗ് കിരീടം നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് ബാജിയോ സ്വന്തമാക്കി. ജോർജ് വിയയുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ ഒന്നായിരുന്നു. ബൊലോനയിലെ തകർപ്പൻ പ്രകടനത്തിന് ശേഷം 1998 ബാജിയോ ഇന്റർ മിലാനിലെത്തുന്നത്. ലോകം മുഴുവൻ കാത്തിരുന്നത് ആ ഒരു കാഴ്ചക്കായിരുന്നു. ബാജിയോയും ബ്രസീലിയൻ പ്രതിഭ റൊണാൾഡോയും ഒരുമിച്ച് കളിക്കുന്നത്. പരിക്കുകൾ അദ്ദേഹത്തെ അലട്ടിയെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെതിരെ അദ്ദേഹം നേടിയ 2 ഗോളുകൾ ഇന്നും ഇന്റർ ആരാധകർ മറന്നിട്ടില്ല. പക്ഷേ അന്നത്തെ കോച്ച് മാർസലോ ലിപ്പിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ബാജിയോയ്ക്ക് ഇന്ററിൽ കൂടുതൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. എങ്കിലും കളത്തിലിറങ്ങിയപ്പോഴെല്ലാം തന്റെ ക്ലാസ് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2000 ആണ്ടിൽ ബാജിയോ തന്റെ 33-ാം വയസ്സിൽ ഒരു വലിയ തീരുമാനമെടുത്തു. ലോകത്തിലെ വമ്പൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്തത് ബ്രസിയ എന്ന ചെറിയ ക്ലബിനെയായിരുന്നു. പലരും കരുതി ബാജിയോയുടെ കാലം കഴിഞ്ഞെന്ന്. എന്നാൽ അവിടെയാണ് യഥാർത്ഥ മാജിക് തുടങ്ങിയത്. ബ്രസിയയുടെ കോച്ച് കാർലോ മസോണെ ബാജിയോയിൽ അർപ്പിച്ച വിശ്വാസം വലുതായിരുന്നു. ബാജിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പരിക്കുകൾ വേട്ടയാടിയിട്ടും ആ 4 വർഷങ്ങളിൽ ബാജിയോ ബ്രസിയയെ ഇറ്റാലിയൻ ലീഗിലെ മുൻനിരയിൽ നിലനിർത്തി. ബ്രസിയയിൽ കളിച്ച 95 മത്സരങ്ങളിൽ നിന്ന് 45 ഗോളുകൾ അദ്ദേഹം നേടി. 2004 അദ്ദേഹം നേടിയ തന്റെ 200-ാം സീരി എ ഗോൾ ഫുട്ബോൾ ലോകം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് സ്വീകരിച്ചത്. ആ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ഫ്രീ കിക്കുകൾക്കും ലോങ് പാസുകൾക്കും കൃത്യത കുറഞ്ഞില്ല. 2004 മെയ് 16 ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത ദിവസം. AC മിലാന്റെ ഹോം ഗ്രൗണ്ടായ സാൻ സീറോയിൽ ബാജിയോ തന്റെ അവസാന മത്സരം കളിക്കാനിറങ്ങി. മത്സരം 84-ാം മിനിറ്റിൽ എത്തിയപ്പോൾ ബാജിയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. മിലാൻ നായകനും ഇതിഹാസവുമായ പൗളോ മൽദീനി ബാജിയോയെ കെട്ടിപ്പിടിച്ച് യാത്രാമൊഴി നൽകി. ഗാലറിയിലെ 80,000-ഓളം കാണികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആ 10-ാം നമ്പറുകാരന് വേണ്ടി കൈയടിച്ചു. വിരമിക്കുമ്പോൾ ഒരു കളിക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരവായിരുന്നു അത്. റോബർട്ടോ ബാജിയോ വെറും ഒരു ഫുട്ബോൾ താരം മാത്രമായിരുന്നില്ല. പരാജയപ്പെട്ടവന്റെ വേദനയും തിരിച്ചു വന്നവന്റെ വീര്യവും ഒരേപോലെ അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ. 1994 ആ ഒരു നിമിഷത്തിന്റെ പേരിൽ ചരിത്രം അദ്ദേഹത്തെ വേട്ടയാടുമ്പോഴും കോടിക്കണക്കിന് ആരാധകർക്ക് അദ്ദേഹം ഇന്നും ദിവ്യമായ കുടുമയുള്ള ആ മാന്ത്രികൻ തന്നെയാണ്. റെക്കോർഡുകൾ ഒരു പക്ഷേ മാഞ്ഞു പോയേക്കാം, എന്നാൽ ബാജിയോ മൈതാനത്ത് ബാക്കി വച്ച ആ വശ്യത ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. റോബർട്ടോ ബാജിയോയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.